പരിധിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതിയിലെത്തിയ വേളയിൽ തന്നെ 13,608 കോടി രൂപയുടെ സഹായ വാഗ്ദാനം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് കേന്ദ്രത്തിന്റെ ഈ ഓഫർ സ്വീകരിക്കാതിരുന്ന കേരളം കേസുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഹർജിയിൽ വാദം നടക്കുന്നതിനിടെ 13,608 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാമെന്ന കേന്ദ്രത്തിന്റെ നേരത്തെയുള്ള ഓഫർ കേരളം സ്വീകരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് 13,608 കോടി ഇപ്പോൾ കേരളം സ്വീകരിച്ചു? കടമെടുപ്പ് പരിധി സംബന്ധിച്ച ഹർജിയിൽ കേരളത്തിന്റെ വാദം കേൾക്കുന്നതിനിടെ സുപ്രീം കോടതി ഒരു മറുചോദ്യം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്ത് അടിയന്തര സാമ്പത്തിക സാഹചര്യമുണ്ടെന്ന് വാദിക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്ത തുക അംഗീകരിക്കാതിരിക്കുന്നത് എന്തിനാണെന്ന്. അതുകൊണ്ട് തന്നെ കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്ന പണം സ്വീകരിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. ഇക്കാര്യം കേരളം അംഗീകരിക്കുകയായിരുന്നു. ഇതിനോടൊപ്പം ഇരു കക്ഷികളും തമ്മിൽ തുറന്ന മനസ്സോടെ കൂടുതൽ ചർച്ചകൾ നടത്താനും ആവശ്യമെങ്കിൽ വ്യവഹാര നടപടികളുമായി മുന്നോട്ട് പോകാനും സുപ്രീം കോടതി കേരളത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനിടെ സ്യൂട്ട് ഫയൽ ചെയ്ത കേരളത്തോട് അത് പിൻവലിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടതിനെ സുപ്രീം കോടതി വിമർശിക്കുകയുമുണ്ടായി. ഭരണഘടനയുടെ അനുച്ഛേദം 131 അനുവദിക്കുന്ന അവകാശമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിന് പിന്നാലെ ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്ത 13,608 കോടി രൂപയുടെ കണക്ക് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വിശദീകരിച്ചിരുന്നു. വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഈ തുകയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയതെന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. ഇനി ഈ 13,608 കോടി രൂപയിലേക്ക് എങ്ങനെ എത്തി എന്ന് നോക്കുകയാണെങ്കിൽ, ഊർജ്ജ മേഖലയിലെ നഷ്ടം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച വിവിധ നടപടികളുടെ ഫലമായി കടമെടുക്കാൻ അനുവദിക്കുന്ന തുകയായ 4,866 കോടി രൂപയും ട്രഷറിയിൽ പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള പബ്ലിക് അക്കൗണ്ടിലെ നിക്ഷേപം തെറ്റായി വിലയിരുത്തിയത് മൂലം കേരളത്തിന്റെ കടമെടുപ്പിൽ കേന്ദ്രം വെട്ടിക്കുറച്ച 4,323 കോടി രൂപയും കഴിഞ്ഞ വർഷത്തെ വായ്പാ അനുമതിയിൽ ശേഷിക്കുന്ന 1,877 കോടി രൂപയും നേരത്തെ എടുത്ത വായ്പ തിരിച്ചടച്ചതോടെ പകരം അനുവദിച്ച് പുനർവായ്പ ഇനത്തിലെ 2,543 കോടി രൂപയും ചേർന്നതാണ് 13,608 കോടി രൂപ. അതേസമയം കിഫ്ബിയും ക്ഷേമ പെൻഷൻ കമ്പനിയും എടുക്കുന്ന കടം സർക്കാരിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തരുത്, PF ഉൾപ്പെടെയുള്ള തുക പബ്ലിക് അക്കൗണ്ട് സംസ്ഥാനത്തിന്റെ കടത്തിന്റെ ഭാഗമാക്കരുതെന്നുമാണ് കേരളത്തിന്റെ ഹർജിയിലെ പ്രധാന ആവശ്യം. ചുരുക്കത്തിൽ സംസ്ഥാനത്തിന്റെ കടപരിധി നിശ്ചയിക്കുന്ന രീതിക്കെതിരെയാണ് ഹർജിയെന്ന് സാരം. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ ഫലമായി കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്ന രീതി മാറ്റപ്പെട്ടാൽ കേരളത്തിന് 24,000 കോടി രൂപ കൂടി അധികമായി കടമെടുക്കാനുള്ള അർഹത കൈവരും. ഇല്ലെങ്കിൽ ഭാവിയിലും സാമ്പത്തിക പ്രതിസന്ധി തുടരും എന്നാണ് സംസ്ഥാന സർക്കാരിനെ അലട്ടുന്ന വിഷയം. വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയാത്തതും ചെലവ് നിയന്ത്രിക്കാനും കഴിയാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇതുകൊണ്ടാണ് കേസുമായി കേരളം മുന്നോട്ട് പോകുന്നത്.